السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സയ്യിദ് ബിൻ ജുബൈർ വിശദീകരിക്കുന്നു, ഒരു യഹൂദി ഹിറായിൽ നിന്നുള്ള ആളാണ്. എന്നോട് ചോദിച്ചു, മൂസായുടെ 2 കണക്കുകളിൽ ഏതാണ് ശരിക്കും നടന്നത്? മൂസ അലൈഹി ഇസ്ലാമിനെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ള രീതിയിൽ ഏറ്റവും പണ്ഡിതനായ ഒരു അറബിയെ ഞാനൊന്ന് കാണട്ടെ, അവരോട് ചോദിച്ചിട്ട് നമുക്ക് പറയാമെന്ന്. അങ്ങനെ ഞാൻ ഇബ്നു അബ്ബാസിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പണ്ഡിതനായ അറബി എന്ന് പറയാവുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, മൂസ നീണ്ട കാലാവധിയാണ് പൂർത്തീകരിച്ചത്. ഇബ്നു അബ്ബാസ് കൂട്ടിച്ചേർത്തു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എപ്പോഴും പറയുന്നത് സംശയമേ ഇല്ലാതെ പൂർത്തീകരിക്കും. അപ്പോൾ ഇത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണവും, അപ്പോൾ ആ സമയത്ത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെ അമ്മായിയപ്പൻ മദീനയിലുള്ള വയസ്സനായ ഒരു മനുഷ്യനായിരുന്നു. ചിലർ പറയുന്നത് അത് ഷുഐബ് നബിയാണ് അലൈഹിസ്സലാം എന്ന്, പക്ഷേ ഉറപ്പൊന്നുമില്ല. അപ്പോൾ അദ്ദേഹം മോളെ കല്യാണം കഴിച്ചു കൊടുത്തായിട്ടാണ് പറയുന്നത്. അപ്പോൾ പറയുന്നു, നീ എനിക്ക് സ്ത്രീധനമായി 8 കൊല്ലം എൻ്റെ ആടുകളെ നോക്കണം എന്ന് പറയുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നീ 10 കൊല്ലം നോക്കണം എന്നും പറയും. അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറയും, എൻ്റെ മേളിൽ അത് നിർബന്ധമായിട്ട് വയ്ക്കരുത്, എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്യാം എന്ന് പറയും. അതായത് 8 നിർബന്ധമായിട്ടും ചെയ്തിരിക്കും, 10ൻ്റെ കാര്യം എൻ്റെ മേലിൽ നിർബന്ധമാക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ ഏതാണ് പൂർത്തീകരിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നീണ്ടതാണ് പൂർത്തീകരിച്ചത്. അതായത് 10 കൊല്ലം മൂസാ നബി അവിടെ നിന്ന് ആടിനെ നോക്കി സ്ത്രീധനമായിട്ട് ആളുടെ അമ്മായിയപ്പന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കും. അപ്പോൾ 8 അല്ലെങ്കിൽ 10 മൂസാ നബി പറഞ്ഞു, എന്നെക്കൊണ്ട് പറ്റിയാൽ ഞാൻ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ എൻ്റെ മേലിൽ കുറ്റം വയ്ക്കരുത് എന്ന്. അപ്പോൾ 10 ചെയ്യാമെന്ന് പുള്ളി സമ്മതിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആൾ ചെയ്തു എന്നാണ് പറയുന്നത്. عن سعيد بن جبير قال سألني يهودي من أهل الحيرة أي الأجلين قضى موسى قلت لا أدري حتى قدم على حبر العربي فأسأله فقدمت فسألت ابن عباس فقال قضى أكثرهما وأطيبهما إن الرسول الله صلى الله عليه وسلم إذا قال فعل. المشركون ബഹുദൈവാരാധകര്, വിഗ്രഹാരാധകര്, തീയാരാധകര്, ഇങ്ങനെയുള്ളവരൊക്കെ അവരോട് സാക്ഷ്യം ചോദിക്കരുത് അല്ലെങ്കിൽ സ്വീകരിക്കരുത്, അത് സ്വീകാര്യമല്ല. ലാ യുസ്അലു അഹ്ലുശ്ശിർക്കി അനി ഷഹാദത്തി വഗൈരിഹ. അശ്ശാബി വിശദീകരിക്കുന്നു, മറ്റ് മതസ്ഥരുമായിട്ടുള്ള സാക്ഷ്യം, അപ്പോൾ വേറൊരു മതക്കാരനെതിരെയാണെങ്കിൽ അത് സ്വീകാര്യമല്ല. അല്ലാഹു അസ്സ വജൽ പറയുന്നു, അങ്ങനെ അവർക്കിടയിൽ നാം ശത്രുതയും വെറുപ്പും നട്ടുവച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. 5-ാമത്തെ സൂറത്ത് 14-ാമത്തെ ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അഹ്ലു കിതാബ്, അതായത് കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഉദ്ദേശിക്കുന്നത്, അവരെ വിശ്വസിക്കരുത്, അവരെ അവിശ്വസിക്കുകയും ചെയ്യരുത്. പകരം നിങ്ങൾ പറയുക, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അവൻ എന്തൊക്കെയാണ് ഇറക്കിയത് അതിലും വിശ്വസിക്കുന്നു. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസും ആണ്. കാരണം മദീനയിലേക്ക് എത്തിയപ്പോഴത്തേക്കും മദീനക്കാരായ യഹൂദന്മാരും ക്രിസ്ത്യാനികളൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. അവരൊക്കെ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവർ ഇസ്രായേലിയാത്ത് എന്ന് പറയുന്നത്, അതായത് ബനു ഇസ്രായേൽ കഥകൾ, നമ്മൾ പറയുകയാണെങ്കിൽ ബൈബിൾ കഥകൾ എന്ന് പറയാവുന്ന കഥകളൊക്കെ ആയിട്ടാണ് വന്നത്. അവർക്ക് ഒരുപാട് ബുക്കുകളും പണ്ഡിതന്മാരും ഒക്കെ ആയിരുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ചരിത്രങ്ങളും കഥകളും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യകാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു അത് എടുക്കരുത് എന്ന്, സത്യമായിട്ട്. അവസാനമായപ്പോഴത്തേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തുസദ്ദിഖു വലാ തുകദ്ദിബു, അത് സത്യമായിട്ടും എടുക്കരുത്, നുണയാക്കുകയും ചെയ്യരുത്. കാരണം അതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് വന്നതുമാണ്, പൂർണ്ണമായിട്ടും അതല്ല. അപ്പോൾ അതിനെ പ്രാഥമിക തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് നിയമം എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ബൈബിളിൽ പറയുന്ന ഒന്നും ഞാൻ എടുക്കില്ല എന്നും പറയാൻ പാടില്ല. അപ്പോൾ അത് 2ാമത്തെ തെളിവായി എടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് ഖുർആനോ ഹദീസോ അനുസരിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെടുക്കാവുന്നതാണ്. ഇതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. അല്ലാതെ അതിനെ പ്രാഥമിക തെളിവായിട്ട് എടുക്കാൻ പാടില്ല. ദലീൽ എന്ന് പറയുന്ന പോലെ 2ാമത്തെ തെളിവായിട്ട് എടുക്കാവുന്നതാണ്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എടുക്കാം. അതല്ലാതെ ഇത് വെച്ച് വിധി പറയാൻ പാടില്ല എന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. വഖാലശാരിയു ലാ തജൂസു ഷഹാദത്തു അഹ്ലിൽ മിലലി ബഅദിഹിം അലാ ബഅദിൻ ലിഖൗലിഹി അസ്സ വജല്ല ഫഅഖറബ്നാ ബൈനഹുമുൽ അദാവത വൽ ബഅദാ. അൽ-മാഇദ 14. വഖാല അബൂ ഹുറൈറത്തു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുസദ്ദിഖു അലൽ കിതാബി വലാ തുകദ്ദിബൂഹും.
വഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസിൽ. അൽ ബഖറ 136. ഉബൈദില്ലാ ബിൻ അബ്ദുല്ലാ ബിൻ ഉത്ബ വിശദീകരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങൾ എങ്ങനെയാണ് അഹ്ലെ കിതാബ് അല്ലെങ്കിൽ കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ, പുസ്തകം കിട്ടിയിട്ടുള്ള ആളുകളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ബുക്ക് അല്ലെങ്കിൽ കിതാബ്, അതിൽ ഖുർആൻ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ പ്രവാചകനിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാവുന്ന ഏറ്റവും പുതിയ അവതരണവും അതാണ് നിങ്ങൾ ഓതുന്നത്. പിന്നെ എന്തിനാണ് മറ്റുള്ളവരോട് ചോദിക്കുന്നത് എന്നാണ് ചോദ്യം. അത് വളച്ചൊടിക്കപ്പെട്ടിട്ടും ഇല്ല, അത് വന്ന പോലെ തന്നെയാണ് ഉള്ളത്. നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അഹ്ലെ കിതാബ് അല്ലെങ്കിൽ കിതാബ് കിട്ടിയിട്ടുള്ള ആളുകൾ, ക്രിസ്ത്യാനികളും യഹൂദന്മാരും, അവരുടെ പുസ്തകങ്ങളെ അവർ വളച്ചൊടിച്ചിട്ടുണ്ട്, അതിനെ മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് എന്താണോ അവരിലേക്ക് ഇറങ്ങിയത് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവരവരുടെ സ്വന്തം കൈകൾ ഉപയോഗിച്ചാണ് അത് ചെയ്തത്. എന്നിട്ട് അവർ പറയുന്നു, അതായത് ഈ മാറ്റം വരുത്തിയ പുസ്തകങ്ങളെ അവർ പറയുന്നു ഇത് ദൈവത്തിൽ നിന്നുള്ളതാകുന്നു, അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. അതിലൂടെ അവർ ഭൗതിക നേട്ടം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് കൂട്ടിച്ചേർക്കുന്നു, നിങ്ങൾക്ക് അവതീർണമായിട്ടുള്ള അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അറിവ് അത് പോരെ മറ്റുള്ളവരോട് ചോദിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയാൻ, അല്ലെങ്കിൽ ചോദിക്കാതിരുന്നൂടെ, ഇതുപോരെ, ഇതിൽ കുറവുകളുണ്ടോ? അള്ളാഹുവാണേ, അവരാരും നിങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾക്ക് എന്താണ് ഇറങ്ങിയത് എന്ന്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങളുടെ പുസ്തകത്തിൽ എന്താണ് പറയുന്നത് എന്ന്. വളരെ നല്ലൊരു പ്രയോഗമാണത്. അവരാരും വന്ന് നമ്മളോടൊന്നും ചോദിക്കാറില്ല, നമ്മൾ പിന്നെ എന്തിനാണ് അവരോട് പോയി ചോദിക്കുന്നത്? അവരുടെ പുസ്തകങ്ങളിൽ നിന്നുള്ള കഥകൾ എന്തിനു നമ്മൾ എടുക്കുന്നു? ഇപ്പോൾ ഈ ബൈബിൾ കഥകൾ അതുപോലെയുള്ള കേൾക്കാൻ വലിയ രസമായിരിക്കും. ആദാമിൻ്റെ മകൻ അബു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. മാനുഷികതയും കഥകളും ഫാബിൾസ് എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ? അതിലും വലിയ കാര്യങ്ങൾ നിൻ്റെ പുസ്തകത്തിൽ ഇല്ലേ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. عن عبيد الله بن عبد الله بن عتبة عن عبد الله بن عباس رضي الله عنهما قال يا معشر المسلمين كيف تسألون أهل الكتاب وكتابكم الذي أنزل على نبيه صلى الله عليه وسلم أحدث الأخبار بالله وتقرؤونه لم يشب وقد حدثكم الله أن أهل الكتاب بدلوا ما كتب الله وغير بأيديهم الكتاب فقالوا هذا من عند الله ليشتروا به ثمنا قليلا. البقرة 79. أفلا ينهاكم ما جاءكم من العلم عن مساءلتهم ولا والله ما رأينا رجلا منهم قط يسألكم عن الذي أنزل عليكم. മുമ്പുള്ള ഹദീസിൻ്റെ വിശദീകരണം അൽ ഹസൻ പിന്നെ കുറേ പണ്ഡിതന്മാർ പറയുന്നു, ഒരു ആളുടെ സാക്ഷ്യം മറ്റൊരു മതത്തിലുള്ള ആൾക്കെതിരെ ആണെങ്കിൽ അത് സ്വീകാര്യമല്ല. അവർ രണ്ടുപേരും ഒരേ മതത്തിൽ ഉള്ള ആളാണെങ്കിൽ അത് സ്വീകാര്യം ആകുന്നു. അഷാബി മുസ്ലിങ്ങളുടെ സാക്ഷ്യത്വം സ്വീകരിക്കാറുണ്ട്, ആ മുസ്ലിങ്ങൾക്ക് എതിരെ ആണെങ്കിലും. നമ്മൾ സത്യം പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ഭൗതിക നേട്ടം മാത്രമായിരിക്കും ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് ഒരു മതത്തിലുള്ള ആൾ മറ്റൊരു മതത്തിലുള്ള ആൾക്കെതിരെ സാക്ഷിയായി വന്നാൽ അത് സ്വീകരിക്കാറില്ല. മുസ്ലിം മറ്റൊരു മതക്കാരനെതിരെ സാക്ഷിയായി വന്നാൽ സ്വീകരിക്കാവുന്നതാണ്. വളരെ വ്യക്തമായ കാര്യങ്ങൾ. പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി നറുക്കെടുക്കുന്നത് അൽ ഖുറാത്തി ഫിൽ മുഷ്കിലാത്ത്. അള്ളാഹ് ജല്ല ജലാലിൻ്റെ വചനം, അവർ നറുക്കെടുത്തപ്പോൾ ആരാണ് അവരിൽ മറിയം അലൈഹിസ്സലാമിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കുന്നതിന് വേണ്ടി. 3-ാമത്തെ സൂറത്ത് 44-ാമത്തെ ആയത്ത്. ഇബ്നു അബ്ബാസ് ഈ ആയത്തിനെ അല്ലെങ്കിൽ ഈ വചനത്തിനെ ഇങ്ങനെ വിശദീകരിക്കുന്നു, അവരുടെ പേനകൾ, അതായത് വലിയ പണ്ഡിതന്മാർ എഴുതാനും വായിക്കാനൊക്കെ അറിയുന്ന ടീമാണ്, അപ്പോൾ എല്ലാവർക്കും പേനയൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ കാലം പോലെ അന്ന് ഒരു 50 കൊല്ലം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ പേനയൊന്നും ആരുടെ കയ്യിലുണ്ടാവില്ല, ചിലപ്പോൾ ഒരു ഉസ്താദിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും കാണുള്ളൂ. അപ്പോൾ അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്ന് കാലത്ത് അവർക്ക് എല്ലാവർക്കും പേന ഉണ്ടായിരുന്നു, വലിയ ടീമാണ് ബനു ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാൽ. അവരുടെ പേനകൾ എല്ലാം ഒരു നദിയിലേക്ക് എറിഞ്ഞു. വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് താഴേക്ക് പോയവർ ഓക്കെ, നോർമൽ. പക്ഷേ സക്കരിയ അലൈഹി സ്വലാമിൻ്റെ പേന മാത്രം അവിടെ നിന്നു, ഒഴുക്കിനെതിരെ താഴേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നറുക്കെടുപ്പായിട്ട് കാണുന്നത്. അങ്ങനെ സക്കരിയ അലൈഹി സ്വലാമിനെ മറിയം അലൈഹി സ്വലാമിൻ്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. അള്ളാഹു പറയുന്നു, ഫസാഹമ, അവൻ, അതായത് യൂനുസ് അലൈഹി സ്വലാം നറുക്കെടുക്കാൻ സമ്മതിച്ചു, അല്ലെങ്കിൽ നറുക്കെടുപ്പിൽ പങ്കുചേർന്നു. അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരുന്നു, അല്ലെങ്കിൽ തോറ്റുപോയി ആ നറുക്കെടുപ്പിൽ. കാരണം നറുക്ക് അവനെതിരിൽ വീണു. 37-ാമത്തെ സൂറത്ത് 141-ാമത്തെ ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവിട്ടതായിട്ട് ആളുകളോട് സത്യം ചെയ്യാൻ വേണ്ടി.
ആളുകളെല്ലാവരും അതിനുവേണ്ടി തിരക്ക് കൂട്ടി. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നറുക്കെടുക്കൂ, ആര് ആദ്യം സത്യം ചെയ്യണം എന്ന്. അപ്പോൾ നറുക്കെടുപ്പ് നിസ്സാരമായ കാര്യങ്ങളിൽ അനുവദനീയമാണ്, വലിയ മതപരമായ കാര്യങ്ങളിലൊന്നുമല്ല. ഖൗലിഹി അസ്സ വജല്ല ഇദ് യുൽഖൂന അഖ്ലാമഹും അയ്യുഹും യക്ഫുലു മറിയം, ആലി ഇംറാൻ 44. വഖാല ഇബ്നു അബ്ബാസിൻ ഇഖ്തറഉ ഫജറത്തിൽ അഖ്ലാമു മാൽ ജിരിയത്തി വആല ഖലമു സക്കരിയ്യൽ ജിരിയത ഫകഫലഹ സക്കരിയ. വഖൗലിഹി ഫസഹമ ഇഖ്റാ ഫകാന മിനൽ മുദ്ഹദീൻ. അസ്സാഫാത്ത് 141. മിനൽ മസ്ഹൂമീന. വഖാല അബൂ ഹുറൈറത റദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖൗമിൽ യമീന ഫസ്റഉ ഫഅമറ അൻ യുസ്ഹിമ ബൈനഹും അയ്യുഹും യഹ്ലിഫു. അൻ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരു നല്ല മനുഷ്യൻ്റെ ഉദാഹരണം, അതായത് അള്ളാഹുവിൻ്റെ ഉത്തരവുകളും പരിധികളും അനുസരിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉദാഹരണം, അതായത് അള്ളാഹുവിൻ്റെ പരിധികൾ സ്വീകരിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനും, അള്ളാഹുവിനെതിരെ പരിധികൾ അതിക്രമിക്കുകയും തെറ്റുകൾ ചെയ്യുകയും അവൻ്റെ ഉത്തരവുകൾ നിരസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ ഉദാഹരണവും എന്ന് പറയുന്നത് ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ സീറ്റ് കിട്ടാൻ വേണ്ടി നറുക്കെടുപ്പ് നടത്തുന്ന ആളുകൾക്ക് തുല്യമാകുന്നു. അവരിൽ നറുക്കെടുത്തപ്പോൾ കുറച്ചു പേർക്ക് കപ്പലിൻ്റെ അടിത്തട്ടിലുള്ള സ്ഥലം കിട്ടുകയും മറ്റു ചിലർക്ക് മേൽത്തട്ടിലുള്ള സ്ഥലം കിട്ടുകയും ചെയ്തു. താഴ്ത്തട്ടിൽ ഉള്ളവർക്ക് മോൾത്തട്ടിലുള്ള ആളുകളുടെ ഇടയിലൂടെ വെള്ളം കിട്ടാൻ വേണ്ടി പോകണമായിരുന്നു, അല്ലെങ്കിൽ വെള്ളം എടുക്കാൻ വേണ്ടി. അത് മോൾത്തട്ടിലുള്ള ആളുകൾക്ക് ശല്യമായിരുന്നു. അതുകൊണ്ട് താഴെ തട്ടിലുള്ള ആളുകൾ തീരുമാനിച്ചു, അതിലൊരാൾ ഒരു മഴുവെടുത്തു, എന്നിട്ട് ബോട്ടിൻ്റെ അല്ലെങ്കിൽ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒരു തുളയുണ്ടാക്കാൻ നോക്കി. മുകളിലുള്ള ആളുകളെ ശല്യം ചെയ്യാതെ പോയി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. താഴെ നിന്ന് തന്നെ വെള്ളം കടലിൽ നിന്ന് നേരിട്ട് കിട്ടും. മണ്ടത്തരമാണ്. അപ്പോൾ മുകളിലുള്ള ആളുകൾ വന്നിട്ട് ചോദിച്ചു, നീ എന്നതായി കാണിക്കുന്നത്, എന്ത് തെറ്റാണ് നീ കാണിക്കുന്നത്, മണ്ടത്തരം. അപ്പോൾ മറുപടി പറഞ്ഞു, ഞാൻ ഈ മുകളിലേക്ക് വരുമ്പോൾ പോവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ശല്യമാകുന്നു. അപ്പോൾ മുകളിൽ വന്ന ബക്കറ്റ് കൊണ്ട് കടലിൽ നിന്ന് വെള്ളം കോരി എടുക്കുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. താഴെ തട്ടിൽ 2 തട്ടുള്ള കപ്പലായിരുന്നു കൂട്ടിക്കോ. താഴെ തട്ടിൽ ഒരു പൊത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ എനിക്ക് വെള്ളം കിട്ടും. അപ്പോൾ നിനക്ക് ശല്യം ആവുകയും ഇല്ല, എനിക്ക് വെള്ളം കിട്ടുകയും ചെയ്യും. ആ ചെയ്യുന്നതിൽ നിന്ന് അയാളെ തടഞ്ഞാൽ ആ ചെയ്യുന്ന ആളും തടയുന്ന ആളുകൾ, അതായത് മേൽത്തട്ടിലുള്ളവരും താഴെ തട്ടിലുള്ളവരും ഒക്കെ രക്ഷപ്പെടും, അല്ലെങ്കിൽ എല്ലാവരും മുങ്ങിച്ചാവും. അവനെ വിട്ടാൽ, വെറുതെ വിട്ടാൽ, അവൻ ഉദ്ദേശിക്കുന്നത് എന്താണോ അത് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു വിട്ടാൽ അവർ എല്ലാവരും മുങ്ങിച്ചാവുകയും ചെയ്യും. 2593 ഹദീസിൽ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. വിശദീകരണത്തിൽ പറയുന്നു, അള്ളാഹുവിൻ്റെ പരിധികൾ അതിക്രമിക്കുന്നതിൽ, തെറ്റിക്കുന്നതിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണം. അങ്ങനെ വിട്ടു നിന്നാൽ മാത്രം പോരാ, മറ്റുള്ളവർ അത് ചെയ്യുന്നതിനെ തടയുകയും ചെയ്യണം. അല്ലെങ്കിൽ അയാൾ ചാവുമ്പോൾ നമ്മളെയും കൂടെ കൊല്ലും എന്നാണ്, അല്ലെങ്കിൽ അയാൾ നരകത്തിലേക്ക് പോകുമ്പോൾ നമ്മളെയും കൂടെ വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും വിശദീകരിക്കുന്നു, അതല്ലെങ്കിൽ ആ സമുദായം മുഴുവൻ, അല്ലെങ്കിൽ ആ സമൂഹം മുഴുവൻ തിന്മയിലേക്ക് വഴുതിപ്പോകും. അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ നാശം ഇറങ്ങിയാൽ നല്ലവർ ചീത്തവരെന്നൊന്നും തിരിച്ചിട്ടല്ല. ഇപ്പം അത് സമൂദ്, അതുപോലെ ബനി ഇസ്രായേൽ, അതുപോലെ ഫിറഔൻ, അവരൊക്കെ ആളുകളെ നശിപ്പിക്കുമ്പോൾ, നൂഹ് അലൈഹിസ്സലാം, ഇതിലൊക്കെ നശിപ്പിക്കുമ്പോൾ നല്ലവർ ചീത്തവരെന്ന് നോക്കിയിട്ടല്ല നശിപ്പിക്കുന്നത്, നല്ലവരെയും ആ കൂട്ടത്തിൽ നശിപ്പിക്കപ്പെടും. സമയം നുഅ്മാന ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമാ യഖൂലു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ മുദ്ഹിനി ഫീ ഹുദൂദില്ലാഹി വൽ വാഖി ഫിഹാ മസലു ഖൗമി ഇസ്തഹമു സഫീനതൻ ഫസാറ ബഅദുഹും ഫീ അസ്ഫലിഹാ വസാറ ബഅദുഹും ഫീ أعلاها فكان الذين في أسفلها يمرون بالماء على الذين في أعلاها فتأذوا به فأخذ فأسا فجعل ينقر أسفل السفينة فأتوه فقالوا ما لك قال تأذيتم بي ولا بد لي من الماء فإن أخذوا على يديه أنجوه ونجوا أنفسهم وإن تركوه أهلكوه وأهلكوا അൻഫുസഹും. അല്ലാഹു അഅലം. അല്ലാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.